മുറിവ് മാറിയെങ്കിലും മുറിവ് മാറിയ ഭാഗത്ത് ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ബബിൾ രൂപപ്പെട്ടു. നോക്കുന്ന സമയത്ത് അത് ഇത്തിരി പ്രോബ്ലമാണ്. ഇന്ന് രാവിലെ അവൻ പനിച്ച് വരച്ച് കിടക്കുന്നു, ഭക്ഷണമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നോക്കുന്ന സമയത്ത് ആ മുറിവ് മാറിയ ഭാഗത്ത് കണ്ടോ ഒരു ഇതേ നോക്ക്, വൈഫ് പറയുന്നത് തേങ്ങാമുഴുപ്പ് എന്നാണ് പറയുന്നത്. ഇത് ഇത്രയും. അപ്പോൾ ഇതിനകത്തൊരു പക്ഷേ സ്രവം ഉണ്ടായിരിക്കാം, പഴുപ്പോ അല്ലെങ്കിൽ നീർക്കെട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഇവിടുന്ന് സർജറി ചെയ്തതിനകത്ത് വേംസ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം. അതിനുവേണ്ടി കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ. അതേപോലെ തന്നെ വീണ്ടും വഴിച്ച് തോന്നിയത്. ഇന്ന് നോക്കുമ്പോൾ അത് ചെറുതായി ഇന്നേക്ക് രാവിലേക്ക് ഇത് വലുതായി. ഇന്നലെ ഒരു കുഴപ്പമില്ല, ഭയങ്കര ആക്റ്റീവായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വിറച്ച് കിടക്കുക, പാല് ഭക്ഷണം ഒന്നും എടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വന്നിട്ടാണ് ഇതിനെ പൊട്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. പ്രാവശ്യം അവിടെ പഴുപ്പൊന്നും കാണുന്നില്ല, ഈ പൊട്ടുമായിരിക്കും. പക്ഷെ അപ്പോഴേക്കും ഫുഡൊന്നും കഴിക്കുന്നില്ല പറയുക പരാതി. പിന്നെ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. പ്രൊസീജിയർ ഞാനകത്ത് മുറിവൊക്കെ ഉണങ്ങി. പിന്നെ അതിനകത്ത് പുഴുക്കുണ്ടോ വരുമോ? ഇല്ല അല്ലേ? എന്താ റീസൺ? വീണ്ടും ആന്റിബയോട്ടിക് എടുക്കാന്നുള്ളതാണ്. പിന്നെ ഇത് ചുരുങ്ങാനുള്ളൊരു ഓയിൻമെൻറ്റും. ഓക്കെ, ചിലപ്പോൾ ഇതങ്ങനെ ചുരുങ്ങും, അല്ലെങ്കിൽ വീണ്ടും പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാനാണ് പറയുന്നത്. ഓക്കെ. ഇത് എത്ര ദിവസമായി? കുറേ ആഴ്ചകളായില്ലേ? പിന്നല്ലല്ലോ, ചെക്കനല്ലേ. എന്ത് ബാബു വന്നോ? ബാബു മാറുന്നില്ല. ആണ് നോക്കിയത്. മാഡം പറഞ്ഞത് 3 ദിവസം ആൻറ്റിബയോട്ടിക് എടുക്കണമെന്നുള്ളതാണ്. ഇന്ന് ആൻറ്റിബയോട്ടിക് എടുത്തു, ഇഞ്ചക്ഷൻ. നാളെയും ആൻറ്റിബയോട്ടിക് എടുക്കും, മറ്റന്നാൾ 3 ദിവസം ആൻറ്റിബയോട്ടിക് എടുക്കും. ഓക്കെ. ശേഷം ടീമുള്ള മെഡിസിൻ കൊടുക്കണം. അതിനുള്ളിൽ ഇത് പൊട്ടുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് എടുത്ത് ചിലപ്പോൾ അത് ചുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ടേക്ക് കെയർ. നമുക്ക് പോകാല്ലേ? ഇറച്ചിയെ കൊടുത്ത മുഴുവാണ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ സാധനം പുറത്തേക്ക് ഉണ്ട്. ഉള്ളിലേക്ക് മുളയുന്നുണ്ട്. കാര്യമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, പാൽ പോലും കുടിച്ചിട്ടില്ല. വീടിനകത്തേക്ക് ഓടി വരും, എന്നിട്ട് മുഖത്തേക്ക് നോക്കും, അവിടെ കിടക്കും. സംഭവം ഇതാണ്. അപ്പോൾ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുത്തു. എങ്കിലും ആ മുറിവുണ്ടോ, ഇനി ബാക്കിയൊരു വീട്ടിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രീറ്റ്മെൻറ്റാണ്. ഉഷാറായതിനു ശേഷം ഞങ്ങളുടെ വീഡിയോ വേറെ വരും. അതൊരു വലുതാ. ഇത് റൂബിയുടെ ഫോട്ടോസ് ഉണ്ടോ? അല്ലേ, റൂബിയുടെ ഫോട്ടോസോ? മദറിൻ്റെ ഫോട്ടോയോ? അമ്മയുടെ ഫോട്ടോയോ? വീഡിയോ ഉണ്ട് വിളിക്കുന്നത്. ഇപ്പോൾ ഇല്ലാതെ പഴയ ഫോട്ടോസ് നോക്കണ്ടേ? ചെയ്താലും ചോദിച്ചോ?
എന്നാണ് പാറയായിട്ട് കൊണ്ടുവരും സാധനം അത് ഞാൻ ക്രോസ് അറിയാം അതാ ചിപ്പിപ്പാരി മറ്റേ ലാബും കൂടി ക്രോസ് ചെയ്തു. നമ്മുടെ ആളുകളോട് ഉണ്ട് കേട്ടോ. റൂബി, ലൂസി, ലിസ, ബ്ലാക്കി എല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് അവിടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ബ്ലാക്കിയുടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇത് മോണോലിസയാണ്. ഓക്കെ, നമ്മുടെ ബ്ലാക്ക് ഇത് അവിടെ കിടന്നുറങ്ങുകയാണ്. ബ്ലാക്കി എടുക്കുക, ബ്ലാക്കിയുടെ മുറി മാറിയത് കാണിക്കാം നമുക്ക്. ബാ റൂബി അവിടെ നിന്ന് അത് അങ്ങോട്ട് ഉണ്ട്. അതിനെ പിടിക്കടാ, ബ്ലാക്കിനെ പിടി. അതാ ബ്ലാക്കിയുടെ മുറി ഏകദേശമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു വലിയൊരു മുറിവ്. കണ്ടോ, ഇത് നോക്കി, ഈ ഭാഗത്ത് മുറി കൂടി കണ്ടോ, ക്ലിയർ ആയി വരുന്നു. ഇത്രയേ ഉള്ളൂ കണ്ടോ, ഏകദേശം ക്ലിയർ ആയി. ആള് ഉഷാറായി. പുറത്തുനിന്ന് എഴുന്നേറ്റാണ് മുറി കാണിക്കാൻ വേണ്ടിട്ട് മാറിയത് കാണിച്ചു കൊടുക്കണ്ടേ. ഫുഡ് എടുക്കുന്നുണ്ട് അല്ലേ ബ്ലാക്കി? ഓക്കെയാ. വീട്ടിലെ അജിക്കുട്ടൻ ഇട്ട പേരാണ് ബ്ലാക്കിന്ന്. കാരണം ഇതിനു മുമ്പ് വേറെ ബ്ലാക്ക് കളർ ഒരു ലാബ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവന് ഇത് ബ്ലാക്ക് അല്ലെങ്കിലും ബ്ലാക്കിന്ന് പേരിട്ടു. അപ്പൊ അതുകൊണ്ട് ഇവന് പേര് ബ്ലാക്കിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മുറിവൊക്കെ മാറി, ഇച്ചിരി കൂടെ ഉണ്ട്, ഒന്ന് ഉണങ്ങാനുണ്ട്. അതിന് നമുക്ക് ഇതിപ്പോൾ മെഡിസിൻ വെച്ച് കൊടുക്കാം. നമ്മുടെ പ്രൊസീജിയർ ഇതായിരുന്നു. ഇത് ടിഞ്ചറൈഡിനാണ്. അത് വെച്ച് നമ്മൾ ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യും. മുറിയുടെ പരിസരമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഓക്കെ, അതിനുശേഷം ഈ യൂക്കാലിപ്സ് ഒട്ടിച്ചു കൊടുക്കും. ഈ യൂക്കാലിപ്സ് ഒട്ടിച്ചു കൊടുത്താൽ മുറിക്കകത്ത് പുഴു ഉണ്ടെങ്കിൽ ആ പുഴു പുറത്തേക്ക് വരും. അങ്ങനെ ഇപ്പോൾ നിലവിൽ പുഴുവൊന്നുമില്ല, അത് കൂടിയതാണ്. എങ്കിലും നമ്മളിത് ഒട്ടിച്ചു കൊടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മുറിവിനകത്ത് ഒരു ദിവസം നമ്മള് രാത്രി ഫുള്ളും വെയിറ്റ് ചെയ്തില്ലേ, 2 മണിക്കൂറൊക്കെ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തു. ഇതിനകത്ത് മാഗറ്റ്സ് ഉണ്ടെങ്കിൽ മാഗറ്റ്സ് പുറത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒട്ടിക്കും. അപ്പോൾ അത് ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടാവും അവിടെ. അതാ നീറുന്നുണ്ട് നിലവിൽ. എന്നിട്ട് ഇതിനകത്ത് മാഗറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മാഗറ്റ്സ് പുറത്തേക്ക് വരും. അപ്പോൾ ആ മാഗറ്റ്സ് ഉണ്ട്, അത് നമ്മൾ അതിനെടുക്കും. കത്രി കൊണ്ട് മെല്ലെ പ്ലക്കർ കൊണ്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യും. അതിന് ശേഷം നമ്മൾ ഇത് നമ്മുടെ പിവിഡോൺ അയഡിൻ സൊല്യൂഷനാണ്. നമ്മുടെ ഓയിൻമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സൊല്യൂഷനാണ്. അത് വെച്ചിട്ട്, അത് വലിയ മുറിവായിരുന്നു, ഉള്ളിലേക്ക് നന്നായിട്ട് ഇൻജെക്റ്റ് ചെയ്യും. ഇതിപ്പോൾ ഏകദേശം കൂടി ക്ലിയറായി. അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നന്നായിട്ട് ഇതിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ തേച്ച് കൊടുക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് ഒരു പൗഡറുണ്ട്, മുറിക്ക് കിട്ടുന്നൊരു പൗഡർ. ചെറിയ നീറിലൊക്കെ ഉണ്ടാവും. ചെറിയ നീറിലൊന്നുമല്ല. മൂന്ന് തവണ അങ്ങനെ ചെയ്തു. ഇത് 3 തവണ ഇല്ലെങ്കിൽ ചില ദിവസങ്ങൾ 3 തവണ, അല്ലാത്ത ദിവസങ്ങളിൽ 2 തവണ ചെയ്യും. അങ്ങനെയാണ് ഇത് ഒരാഴ്ച കൊണ്ട് മുറിവ് ഉണങ്ങി ആള് പൂർവ്വ ആരോഗ്യ. എല്ലാരും പറഞ്ഞു ഇവിടെ കിട്ടില്ലെന്നൊക്കെ അല്ലേ, പക്ഷെ സർവൈവ് ചെയ്തു. ഇനി പൊക്കോ. ഓക്കെ.